إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. പ്രിയപ്പെട്ട കുട്ടികളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട്, ഫദ്ല് കൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു ത്വാലിബുൽ ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥി തൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മര്യാദകൾ പഠിക്കാൻ വേണ്ടിയാണ്. മര്യാദകളെക്കുറിച്ച് മുമ്പുള്ള ക്ലാസ്സുകളിൽ നാം പല വിഷയങ്ങളും പഠിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നില്ല. അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പുസ്തകം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ആദാബു ത്വലബിൽ ഇൽം. ആദാബു ത്വലബിൽ ഇൽം. ആദാബ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ. ശ്രദ്ധിക്കണം, അറിയാത്ത അർത്ഥങ്ങൾ എഴുതിയെടുക്കണം. ആദാബ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ. അദബിന്റെ ജംആണ് ആദാബ്, ബഹുവചനം. ത്വലബിൽ ഇൽമി, ത്വലബിൽ ഇൽമി, ഇൽമ് നേടുന്നതിൻ്റെ മര്യാദകൾ. അതാണ് ബുക്കിന്റെ പേര്, പുസ്തകത്തിന്റെ പേര്. ഇൽമു നേടുന്നതിൻ്റെ മര്യാദകൾ. ഇവിടെ ഇൽമു കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഭാഷയിൽ ഇൽമെന്ന് പറഞ്ഞാൽ, അറബി ഭാഷയിൽ ഇൽമെന്ന് പറഞ്ഞാൽ എല്ലാവിധ വിജ്ഞാനങ്ങൾക്കും ഇൽമെന്ന് പറയും. ഇംഗ്ലീഷ് ആവട്ടെ, മാത്സ് ആവട്ടെ, സയൻസ് ആകട്ടെ, ഇതിനെല്ലാം ഇൽമ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൽമ്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആദാബുകൾ, അതുപോലെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന ത്വാലിബുൽ ഇൽമ്, അതാരാണ്? ശറഈ ആയിട്ടുള്ള ദീനിന്റെ വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾക്കാണ് ത്വലബുൽ ഇൽം, ത്വാലിബുൽ ഇൽം എന്ന് പറയുക. ദീനിന്റെ വിഷയങ്ങൾ മാത്രം നമ്മൾ പഠിക്കുന്നത് അവർക്കുള്ള മര്യാദകളാണ്. ദീനിന്റെ വിഷയങ്ങൾ, ഖുർആൻ പഠിക്കുന്നത്, ഹദീസ് പഠിക്കുന്നത്, ഫിഖ് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഉലൂമുൽ ആല. ഉലൂമുൽ ആല എന്ന് പറഞ്ഞാൽ നഹ്വ്, സർഫ്, അതുപോലെ ഉസൂൽ ഫിഖ്, ഉസൂൽ ഹദീസ്, ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, ഇവർക്കാണ് ത്വാലിബുൽ ഇൽം എന്ന് പറയാം. ത്വാലിബുൽ ഇൽം എന്ന് പറയാം. അവർക്കുള്ള മര്യാദകളാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത്ര വലുപ്പമുള്ള പുസ്തകത്തിന് സാധാരണ പറയുന്നത് റിസാല എന്നാണ്. റിസാല, ചെറിയ പുസ്തകങ്ങൾക്ക് റിസാല. റിസാല എന്ന് പറഞ്ഞാൽ കത്ത്, ഒരു ത്വാലിബിനുള്ള ഒരു കത്താണത്. റിസാല എന്നാണ് പറയാ. ഇതിൽ 30 മര്യാദകളുണ്ട്. 30 മര്യാദകളുണ്ട്. 3 അധ്യായങ്ങളിലൂടെയാണ്
30 മര്യാദകൾ നമ്മൾ പഠിക്കുക. ഈ പുസ്തകത്തിൽ 30 മര്യാദകളുണ്ട്. 3 അധ്യായങ്ങളിലൂടെയാണ് നമ്മളത് പഠിക്കുക. അതാണ് പുസ്തകത്തിനെ കുറിച്ചുള്ള വഅലൈക്കും സലാം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇനി പുസ്തകം എഴുതിയ ആൾ മുഅല്ലിഫ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം എഴുതിയ ആൾ. അദ്ദേഹം ആരാണ്? നമുക്ക് ചട്ടയിൽ കാണാൻ സാധിക്കും. അബൂ സഫിയ്യ അബ്ദുൽ വാരിസ് ഇബ്നു ദിയാഉർ റഹ്മാൻ ഇബ്നു അബ്ദുർ റാഫിഇൽ അസരി. അബൂ സഫിയ്യ എന്നുള്ള കുനിയത്താണ്. കുനിയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയ ആദ്യത്തെ കുട്ടിയുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് ഇന്ന കുട്ടിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അറബികൾ ഉപയോഗിച്ചു വന്ന ഒരു നാമമാണ് കുനിയത്ത്. അബൂ സഫിയ്യ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ കുനിയത്ത്. അദ്ദേഹത്തിന്റെ പിതാവ് ഇട്ട പേര് അബ്ദുൽ വാരിസ് ഇബ്നു ദിയാഉർ റഹ്മാൻ. ഉപ്പാന്റെ പേര് ദിയാഉർ റഹ്മാൻ ഇബ്നു അബ്ദുർ റാഫിഅ. വല്ലുപ്പാന്റെ പേര് അബ്ദുർ റാഫിഅ അൽ അസരി. അൽ അസരി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലുള്ള ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ നിന്നും വലിയൊരു കോളേജിൽ നിന്നും പുറത്തിറങ്ങുന്ന ആളുകൾക്ക് നൽകുന്ന പട്ടമാണ് അൽ അസരി എന്നുള്ളത്. ഇന്ത്യക്കാരനായ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ വാരിസ്. ജനിച്ചത് യുപിയിലാണ്. യുപിയിലെ മൗവ് എന്ന് പറയുന്ന മദീന പട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവും അതുപോലെ തന്നെ അടുത്ത കുടുംബങ്ങളെല്ലാം ഇൽമു കൊണ്ട് അറിയപ്പെട്ട ആളുകളാണ്. അതായത് ഇൽമിൽ കഴിവുള്ളവരായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം യുപിയിൽ നടത്തിയതിനു ശേഷം അസരി എന്ന പട്ടം, അതായത് ആലിമിയ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ബനാറസിലേക്ക് അദ്ദേഹം പഠിക്കാൻ പോയി. പിന്നീട് സലഫി എന്ന പട്ടമെടുത്തു. അതിനുശേഷം മദീനയിലുള്ള ജാമിഅ അൽ ഇസ്ലാമിയയിൽ 4 വർഷം പഠിച്ചു. 4 വർഷം ഹദീസിൽ തഖസ്സുസ് ഡിഗ്രി അദ്ദേഹത്തിന്റെ ഹദീസിലാണ്. ഹദീസിന്റെ വിഷയത്തിൽ ബന്ധപ്പെട്ട പഠനമായിരുന്നു കൂടുതലും പഠിച്ചിട്ടുള്ളത്. പിന്നീടുള്ള ഒന്നിൽ കൂടുതൽ ഏകദേശം 3 വർഷങ്ങളോളം മസ്ജിദുൻ നബവിയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നീട് സൗദി അറേബ്യയിലെ തന്നെ റിയാദിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം PG മാജിസ്റ്റർ MA എടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെ കർണാടക എന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരികയും അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അൽ മർക്കസു തഅലീമുൽ ഫർദി എന്ന പേരിലുള്ള ഒരു സ്ഥാപനം നിലവിലുണ്ട്. അവിടെ അല്പം ചില തുല്ലാബുകൾ വരികയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല രൂപത്തിലുള്ള ഒരു സിസ്റ്റം, പഠനത്തിന് വേണ്ടിയുള്ള മനഃപ്പാഠമാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. അദ്ദേഹത്തിന്റെ തുല്ലാബുകൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ് ഈ ഒരു പുസ്തകം. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഒരു പുസ്തകം നമ്മൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. ഇതിലുള്ള ആയത്തുകളും ഹദീസുകളുമെങ്കിലും ചുരുങ്ങിയത് മനഃപ്പാഠമാക്കിയിരിക്കണം ഒരു താലിബുലിന്.
എന്തിനു വേണ്ടിയാണ് മനഃപ്പാഠമാക്കുന്നത്? അതെ, ജീവിതത്തിൽ പകർത്താൻ വേണ്ടി. വറഅസുൽ ഇൽമി തഖ്വല്ലാഹി ഹഖ്ഖാ വലൈസ ബിഅൻ യുഖാല ലഖദ് റഅസ്ത. ഇൽമിന്റെ അടിസ്ഥാനം, ഇൽമിന്റെ തല അതെന്താണ്? തഖ്വല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ തഖ്വ പാലിക്കുന്നതിലാണ്. വലൈസ ബിഅൻ യുഖാല, അവൻ പറയപ്പെടലല്ല, ലഖദ് റഅസ്ത, ഒരുപാട് നേടിയെടുത്തു എന്ന് പറയലല്ല, മറിച്ച് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി. ഇതിൽ പഠിക്കുന്ന അദബുകൾ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പാലിക്കണമെന്നുള്ള നിയ്യത്തോടു കൂടി ഇത് പഠിക്കണം. ഈ പുസ്തകം, ഈ റിസാല പഠിക്കണം. ഈ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹം ഇതിൽ ഒരു ചെറിയ ആമുഖം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൻ നബിയ്യീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. ഇവിടെ ഹംദും സ്വലാത്തും, ഹംദും അതുപോലെ തന്നെ സനാ, അതുപോലെ തന്നെ സലാമും അദ്ദേഹം കൊണ്ടുവന്നു. അതിനു മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥം തുടങ്ങിയതുപോലെ അദ്ദേഹം തന്റെ ഗ്രന്ഥവും ആരംഭിച്ചു. അധികം വിശദീകരിക്കുന്നില്ല, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഫഇന്ന ഹാദിഹി റിസാല, തീർച്ചയായിട്ടും ഈ ഒരു റിസാല എന്ന് പറഞ്ഞാൽ ചെറിയ പുസ്തകത്തിന് പറയുന്നതാണ് അറബിയിൽ. ഈ ഒരു റിസാല അതെന്താണ്? ആദാബു ത്വലബിൽ ഇൽം, അതായത് പുസ്തകത്തിന്റെ പേര് ആദാബു ത്വലബിൽ ഇൽം, ഇൽമു നേടുന്നതിന്റെ മര്യാദകൾ. ജുമിഅത് ലിഇർശാദി തുല്ലാബിൽ ഇൽം ഇലാ ആദാബി ത്വലബിൽ ഇൽം. ജുമിഅത്, അത് ഒരുമിച്ച് കൂട്ടപ്പെട്ടു, ഒരുമിച്ച് കൂട്ടിയതാണ്. എന്തിനു വേണ്ടി? ഇർശാദി തുല്ലാബിൽ ഇൽം, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളെ നേർമാർഗത്തിലേക്കാക്കാൻ, അവർക്കൊരു നേർമാർഗം എന്നുള്ള രൂപത്തിൽ, സന്മാർഗം എന്നുള്ള രൂപത്തിൽ. ഇലാ ആദാബി ത്വലബിൽ ഇൽം, എന്താണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന നേർമാർഗം? ത്വലബുൽ ഇൽമിന്റെ മര്യാദകളെ, ത്വലബുൽ ഇൽമിന്റെ മര്യാദകളിലേക്ക് ഇർഷാദ് നൽകുന്ന, മാർഗദർശനം നൽകുന്ന ഒരു പുസ്തകമാണിത്. ലിയതഅദ്ദബൂ ബിഹാ, ഇതിനെ കൊണ്ടവർ മര്യാദ ഉള്ളവർ ആകാൻ വേണ്ടി. അതായത് ഈ പുസ്തകം, ഈ ഒരു റിസാല പഠിച്ച് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി. വയതറഖൂ ഫീ ത്വലബിൽ ഇൽം, ത്വലബിൽ ഇൽമിൽ അത് പ്രകാരം ഉയരാൻ. ഒരിക്കലും സഹോദരങ്ങളെ അദബില്ലാതെ ഇൽമിന് ഉപകാരം ലഭിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലഅല്ലല്ലാഹ യൻഫഉഹും ബിഇൽമിഹിം വൽ ആഖിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇൽമിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം നൽകും. നമ്മൾ പഠിച്ച ഇൽമ് നാളെ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇന്നത്തെ താലിബ് നാളത്തെ പണ്ഡിതനാണ്. ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി നാളെ പണ്ഡിതനാകും. അപ്പോൾ അവിടെ മര്യാദയില്ലെങ്കിൽ ജനം വിലയിരുത്തും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ ഇൽമിന് ഉപകാരമുണ്ടാകണമെങ്കിൽ അവിടെ അദബ് നിർബന്ധമാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറയുകയാണ് വഫീഹാ സലാസതു അബ്വാബ്, ഈ ഒരു റിസാലയിൽ 3 ബാബുകളുണ്ട്, 3 അധ്യായങ്ങളുണ്ട്. കുല്ലു ബാബിൻ മിൻഹാ യശ്തമിലു അലാ അശ്റതി ആദാബിൻ മിൻ ആദാബി ത്വലബിൽ ഇൽം. ഓരോ ബാബിലും, ഓരോ അധ്യായത്തിലും
ഓരോ അധ്യായത്തിലും 10 മര്യാദകൾ വീതമുണ്ട്. 3 അധ്യായം, ഓരോ അധ്യായത്തിലും 10 മര്യാദകൾ. അപ്പൊ മൊത്തം എത്രണ്ണായി? 30 മര്യാദകൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, വമനിസ്തസാദ, ആരെങ്കിലും കൂടുതൽ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫഅലൈഹി, അവന്റെ മേലുണ്ട് ബിൽ കുതുബുൽ ഉഖ്റാ ഫി ആദാബി ത്വലഇൽ ഇൽം, മറ്റു ചില ഗ്രന്ഥങ്ങൾ. താലിബുൽ ഇൽമ് മര്യാദകൾ പഠിക്കാൻ, കൂടുതൽ പഠിക്കാൻ മറ്റു ചില ഗ്രന്ഥങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. വല്ലാഹുൽ മുവഫിഖു ലികുല്ലി ഖൈർ, എല്ലാ ഖൈറിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീഖ് നൽകുന്നവൻ. ഇതാണ് ഇതിന്റെ ആമുഖം. ഈ ഗ്രന്ഥത്തിന്റെ ആമുഖം ഇത്രയാണ്. ഇനി ഒന്നാമത്തെ ബാബ്, അൽ ബാബുൽ അവ്വലു, ഒന്നാമത്തെ ബാബ്, ഫീ അശറത്തിൽ ഊലാ മിനൽ ആദാബ്. അതിലെന്തുണ്ട്? ആദ്യത്തെ 10 മര്യാദകളാണ് ഈ ഒരു ബാബിൽ പറയുന്നത്. ആദ്യത്തെ 10 മര്യാദകൾ. ഒന്നാമത്തെ മര്യാദ, ഇഖ്ലാസു അന്നിയ്യതി ലില്ലാഹി ഫീ ത്വലബിൽ ഇൽം. ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസ് അള്ളാഹുവിനുള്ള നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാക്കുക. അള്ളാഹുവിന് നൽകേണ്ട നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാക്കുക. ഏത് വിഷയത്തിൽ? ദീൻ പഠിക്കുന്ന വിഷയത്തിൽ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ സാധിക്കും. നിഷ്കളങ്കത. പൂർണ്ണമായിട്ടും ഞാനിത് പഠിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ പരലോകത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള നിയ്യത്ത്, എന്നുള്ള കരുതൽ, ദൃഢമായിട്ടുള്ള കരുതൽ, അതാണ് ഇഖ്ലാസു നിയ്യത്തി ലില്ലാഹി ഫീ ത്വലബിൽ ഇൽം എന്ന് പറഞ്ഞാൽ. അതിൽ അദ്ദേഹം ഈ ഒരു ബാബിൽ ഒരു ഹദീസും ഒരു ആയത്തുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഹദീസും ഒരു ആയത്തും. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് ഇതിലുള്ള എല്ലാവർക്കും ഹിഫ്ളുണ്ടായിരിക്കുന്ന ആയത്താണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ് ആയത്ത്? ഏതാണ് ആയത്ത്? സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്ത്. വമാ ഉമിറൂ, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനല്ലാതെ. എങ്ങനെയായിരിക്കണം ആരാധന? മുഖ്ലിസീൻ, ഇഖ്ലാസോടുകൂടി. ലഹുദ്ദീന ഹുനഫ, മതം പൂർണ്ണമായിട്ടും അവൻകാക്കിക്കൊണ്ട്, ഋജുമനസ്കരായിക്കൊണ്ട്, പൂർണ്ണമായിട്ടുള്ള ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വയുഖീമുസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരായിക്കൊണ്ടും, വയുഅ്തുസ് സകാത്ത് നൽകുന്നവരായിക്കൊണ്ടും അല്ലാതെ അവരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വദാലിക ദീനുൽ ഖയ്യിമ, ഇതാകുന്നു ഖയ്യിമായിട്ടുള്ള ദീൻ, ഇഖ്ലാസ്. ഇഖ്ലാസ് എല്ലാ ഇബാദത്തുകളിലും നിർബന്ധമാണ്. അത് സ്വീകരിക്കാനുള്ള ഒരു ഷർത്താണ് ഇഖ്ലാസ് എന്നുള്ളത്. സൂറത്തുൽ ബയ്യിന വിശുദ്ധ ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ്? എത്രാമത്തെ സൂറത്താണ്? 98-ാമത്തെ സൂറത്താണ്. മദീനയിൽ അവതരിച്ച സൂറത്താണ്. 8 ആയത്തുകളാണ് സൂറത്തുൽ ബയ്യിനയിൽ ഉള്ളത്.
8 ആയത്തുകൾ മദീനയിൽ അവതരിച്ച സൂറത്താണ്. ഇനി അദ്ദേഹം നൽകുന്നത് മറ്റൊരു ഹദീസാണ്. ഏതാണ് ഹദീസ്? വഅൻ അൽഖമത ബിൻ വഖാസിൻ അൽ-ലൈഥി യഖൂൽ അൽഖമത ബിൻ വഖാസിൻ അൽ-ലൈഥി യഖൂൽ അദ്ദേഹം പറഞ്ഞു. ആരാണ് അൽഖമ? അൽഖമത ബിൻ വഖാസിൻ അൽ-ലൈഥി താബിആണ്, താബിഈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ജനിച്ചെങ്കിലും അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിച്ചിട്ടില്ല. പ്രബലമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം താബിഈയാണ്. അൽഖമ വളരെ അറിയപ്പെട്ട ഒരു താബിഈയാണ്, മുഹദ്ദിസായിരുന്നു. യഖൂൽ അദ്ദേഹം പറയാണ്, സമിഅതു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഞാൻ കേട്ടു, ഞാൻ കേട്ടു. ഉമർ ബിനുൽ ഖത്താബി റളിയല്ലാഹു അൻഹു യഖൂൽ, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി ഞാൻ കേട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരാൾ സമിഅതു എന്ന് പറഞ്ഞാൽ, ഒരാൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? സംശയത്തിന് ഒരിടയില്ല, സംശയത്തിനൊരു ഇടയില്ല. അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ അൽഖമത്തിന് വഖാസിൻ ലൈസി റഹ്മഹുല്ലാഹ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഡയറക്റ്റ് നേരിട്ട് കേട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന വാക്കാണ് സമിഅതു. ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അൻ 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 അൻ. അങ്ങനെയാണെങ്കിൽ നേരിട്ട് കേട്ടു എന്നുള്ളത് അർത്ഥം വരികയില്ല. സമിഅതു, ഹദ്ദസനി, അഖ്ബറനി എന്നുള്ള വാക്കുകളാണെങ്കിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കി, നേരിട്ട് കേട്ടു, നേരിട്ട് എന്നോട് പറഞ്ഞു എന്നുള്ള അർത്ഥം ലഭിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഹദീസുകൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണാൻ സാധിക്കും. ആരിൽ നിന്നാണ് കേട്ടത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു? രണ്ടാമത്തെ ഖലീഫ. അതിനു മുമ്പ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എത്ര ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്? എത്ര ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്? 539 ഹദീസുകൾ ഉമർ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസം ഇതിൽ സർവ്വസാധാരണയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ മനസ്സിലാക്കി, അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ എന്നുള്ള വിളിപ്പേരിന് അർഹനായിട്ടുള്ളവനാണ്. മുഅ്മിനീങ്ങളുടെ നേതാവ്, രണ്ടാമത്തെ ഖലീഫയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ചില പണ്ഡിതന്മാരെ പറയുന്നതായി കാണാൻ സാധിക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞെടുത്തതാണ് ഖിലാഫത്തിന് വേണ്ടി. തനിക്ക് ശേഷം അതിന് യോഗ്യനായിട്ടുള്ളവൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫദ്ലുകൾ, ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ചരിത്രങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലുമെല്ലാം. അത് വിശദീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സമിഅതു, ഞാൻ കേട്ടു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇവിടെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നൽകിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അദ്ദേഹം പറഞ്ഞ റസൂലല്ലാഹി, അള്ളാഹുവിന്റെ റസൂൽ. അതാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റാർക്കും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം യോജിക്കുകയില്ല. അതായത് നമ്മുടെ ഉമ്മത്തിൽ ഒറ്റ പ്രവാചകനേ ഉള്ളൂ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. അവിടെയും സംശയത്തിനിടയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരിട്ട് കേട്ടതാണ്. ഈ ഒരു ഹദീസ് സ്വഹാബാക്കളിൽ നിന്നും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാതെ മറ്റാരും റിവായത്ത് ചെയ്തിട്ടില്ല. റിവായത്ത് എന്ന നിവേദനം ചെയ്തിട്ടില്ല, നിവേദനം ചെയ്തതായി കാണുകയില്ല. എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒന്നാമത്തെ ഹദീസായി കൊണ്ടുവരുന്നത് ഈ ഒരു ഹദീസാണ്. അതുപോലെ തന്നെ നബവി തന്റെ റിയാദു സ്വാലിഹീനും അർബഊന നബവിയ ഇതിലുമെല്ലാം തുടക്കത്തിൽ ഒന്നാമതായി കൊണ്ടുവരുന്നത് ഈ ഹദീസാണ്. ഈ ഹദീസിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നമ്മുടെ അടുക്കൽ ഇന്നമൽ അഅമാലു ബിന്നിയ്യ എന്നാണല്ലേ, ബിന്നിയത്തി. ഇന്നമൽ അഅമാലു ബിന്നിയത്തി. ഇന്നമ തീർച്ചയായിട്ടും അൽ അഅമാൽ പ്രവർത്തനങ്ങൾ ബിന്നിയത്തി നീയത്തുകളെ കൊണ്ട് മാത്രമാകുന്നു. ഇന്നമ എന്നുള്ളതിന് മാത്രം എന്നുള്ള അർത്ഥം ലഭിക്കും, മാത്രം എന്നുള്ള അർത്ഥം ലഭിക്കും. തീർച്ചയായിട്ടും പ്രവർത്തനങ്ങൾ, എന്ത് പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉദ്ദേശം? ഇബാദത്തുകൾ നീയത്ത് കൊണ്ട് മാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ നീയത്ത് എന്താണോ അത് അവനക്ക് ലഭിക്കും. വഇന്നമാ ലികുല്ലി ഇംറിഹിം മാ നവ. ഏതൊരുത്തനും അവൻ നീയത്താക്കിയത്, കരുതിയതുണ്ട്, അത് മാത്രമേ അവനക്ക് ലഭിക്കുകയുള്ളൂ. എന്താണ് നീയത്ത്? എന്താണ് നീയത്ത്? ആർക്ക് പറയാൻ കഴിയും? കരുതൽ. മനസ്സിൽ ഒരു കാര്യത്തിനെ ലക്ഷ്യം വെക്കുന്നതിനാണ് നീയത്ത് എന്ന് അറബി ഭാഷയിൽ പറയാം. നമ്മൾ കാര്യം ചെയ്യാൻ വേണ്ടി ലക്ഷ്യം വെക്കൽ, അല്ലെങ്കിൽ കാര്യം എന്തിന് ചെയ്യുന്നു എന്നുള്ള കരുതൽ, അതാണ് നീയത്ത്. നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം ധരിക്കുമ്പോൾ അപ്പോൾ നീയത്ത്. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി, സീനത്തിന് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമെല്ലാം രക്ഷപ്പെടാൻ, സംരക്ഷണമാക്കാൻ വേണ്ടി, ഇങ്ങനെയുള്ള കരുതലുകൾ എല്ലാ പ്രവർത്തനത്തിനും ഉണ്ടാകും. ഈ കരുതലിനാണ് നീയത്ത് എന്ന് അറബി ഭാഷയിൽ പറയാം. നമുക്ക് കാണാൻ സാധിക്കും, ചില ആളുകൾ നിസ്കാരത്തിന് മുമ്പ് എന്തു പറയും? നവൈതു അനുസല്ലിയ എന്ന് പറയുന്നത് അത് കാണാൻ സാധിക്കും. അത് ശരിയാണോ? അല്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. നീയത്ത് മനസ്സിലാണ് വേണ്ടത്, നീയത്ത് മനസ്സിലാണ് വേണ്ടത്. നീയത്ത് നാവ് കൊണ്ട് പറയൽ ദീനിൽ പുതുതായി കൊണ്ടുവന്ന
ഒരു പ്രവർത്തനമാണ്, ബിദ്അത്താണ്. അപ്പോ എന്താണോ നിയ്യത്താക്കിയത് അതവൻക്കുണ്ട്, എന്താണോ നിയ്യത്താക്കിയത് അതവൻക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെങ്കിലും ഹിജ്റ എന്ന അറബി ഭാഷയിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെടിയുക, ഒഴിവാക്കുക. ഹിജ്റ ഇസ്തിലാഹി, അതായത് സാങ്കേതികമായിട്ട് പറയാൻ സാധിക്കും, ഹിയ അന്നുഖ്ലതു മിൻ ബലദി ശിർക്ക് ഇലാ ബലദിൽ ഇസ്ലാം, ശിർക്കിന്റെ നാട്ടിൽ നിന്നും ഇസ്ലാമിന്റെ നാട്ടിലേക്ക് മാറൽ. മനസ്സിലായോ? ശിർക്കിന്റെ നാട്ടിൽ നിന്നും ഇസ്ലാമിന്റെ നാട്ടിലേക്ക് മാറൽ, അത് നാട് വിടുക, പാലായനം നമുക്ക് പറയാം. അതാണ് സാങ്കേതികമായിട്ട് ദീനിൽ ഹിജ്റ എന്ന് പറയാം. പിന്നെ എന്താണ് പറഞ്ഞത്? ഫമൻ കാനത് ഹിജ്റതുഹു, ആരുടെങ്കിലും ഹിജ്റ ആയാൽ ഇലല്ലാഹി, അല്ലാഹുവിലേക്കും, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ ശറഈയായിട്ടുള്ള ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിക രാജ്യത്തിൽ എനിക്ക് ജീവിക്കണമെന്നുള്ള പൂർണ്ണ നിയ്യത്തോടു കൂടിയാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ ദൂതനിലേക്കുമാകുന്നു. ഒരാൾ ഒരു ഇസ്ലാമിക രാജ്യത്തിലേക്ക് എന്ത് ചെയ്യാണ്? ഹിജ്റ ചെയ്യാണ്. എന്തിനു വേണ്ടി? സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രം, ദീനിന് വേണ്ടിയല്ല. അതെന്ത് വരില്ല? ഹിജ്റയിൽ പെടുകയില്ല. ഇനി അതിന്റെ ഓപ്പോസിറ്റുള്ള പറയാണ്, വമൻ കാനത് ഹിജ്റതുഹു, ആരുടെങ്കിലും ഹിജ്റ ഇലാ ദുനിയ, ദുനിയാവിലേക്കായി, ദുനിയാവ് നേടാൻ, യുസീബുഹ, അതായത് ദുനിയാവ് നേടാൻ. എന്താണ് ദുനിയാവ്? ദുനിയ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, തുത്ലഖു അലാ കുല്ലി മാ ദഖല മിൻ ബാബി ശഹ്വ, ശഹ്വത്തിന്റെ ഇച്ഛകളുടെയും അതുപോലെ തന്നെ ഹവ, മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, അലങ്കാരം, അതുപോലെ തന്നെ പെരുമാറിക്കൽ, വലിയ സാമ്പത്തിക നിറഞ്ഞ സീനത്ത്, അതായത് അലങ്കാരം തന്നെ, ജീവിതത്തിനെല്ലാം ദുനിയ എന്ന് അറബി ഭാഷയിൽ പറയാറുണ്ട്. അതായത് ഒരാളുടെ ഹിജ്റ ഇതിൽ നിന്ന് ഏതെങ്കിലും നേടാൻ വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിലേക്കോ അള്ളാഹുവിന്റെ റസൂലിലേക്കോ അല്ല, ദുനിയാവിൽ നിന്നും കച്ചവടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ദുനിയാവിന്റെ മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? അല്ലെങ്കിൽ അവിംറഅത്തിൻ യതസവ്വജുഹ, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റ എന്തിലേക്കാണോ അവൻ ചെയ്തത് അത് അവൻക്കുള്ളതാകുന്നു, അതിലേക്കാവുന്നു അവന്റെ ഹിജ്റ എന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലമില്ല. ചുരുക്കം പറഞ്ഞാൽ നിയ്യത്തില്ലാത്ത ഹിജ്റക്ക് പ്രതിഫലമില്ല, നിയ്യത്തുള്ള ഹിജ്റക്കോ വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഹിജ്റ ചെയ്താൽ അവൻ ജനിച്ചതുപോലെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. പുതിയൊരു കുട്ടിയെ പോലെ ആകുന്ന എല്ലാ പാപങ്ങളും പുറത്തു നൽകും. അത്രയും ശ്രേഷ്ഠതയുള്ള പ്രവർത്തനമാണ് ഹിജ്റ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ കൂടുതൽ വിശദീകരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം, സമയം കുറവാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മഹുമുല്ലാ റിപ്പോർട്ട് ചെയ്തതാണ്. വല്ലഫ്ദു ലിൽ ബുഖാരി, ശ്രദ്ധിക്കുക. വല്ലഫ്ദു, ഇവിടെ കൊടുത്ത ഹദീസിന്റെ പദങ്ങൾ അത് ഇമാം ബുഖാരി റഹ്മഹുല്ലായുടെ സ്വഹീലുള്ളതാണ്.
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ സ്വഹീഹിലുള്ളതാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഖ, അതിനർത്ഥം റഖ്മു ഹദീസുൽ ബുഖാരി, ബുഖാരിയുടെ സ്വഹീഹുള്ള ഹദീസിന്റെ നമ്പർ. അതെത്ര? 6689. മുസ്ലിമിൻ്റെതിൽ 1000, അതാണ് മീമ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് എത്രാമത്തെ നമ്പറാണ്? അതാണ് 1907. ഇതാണ് ചുരുക്കത്തിൽ അതിൻ്റെ വാക്കർത്ഥം. ഇനി അതിൻ്റെ ശേഷം ഗ്രന്ഥമെഴുതിയയാള് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില ഫായിദകൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹു തആല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സഹോദരങ്ങളെ, കുട്ടികളെ, ഇത് ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഉസ്താദിനെ കാണിക്കാൻ വേണ്ടിയോ കൂട്ടുകാരുടെ മുന്നിൽ എനിക്കറിയാവുന്ന കാര്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയോ അല്ല. ഇത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇബാദത്തുകൾ ഇഖ്ലാസുള്ളതായിരിക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിനുള്ളത് മാത്രമായിരിക്കണം, പരലോകത്തിന് വേണ്ടി മാത്രമായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് പഠിക്കുന്നത്. അല്ലാഹു തആല ആലം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഇന. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.